2024 ജൂലൈ 30 മഹാദുരന്തത്തിന്റെ നടുങ്ങുന്ന വാർത്ത കേട്ടാണെന്ന് കേരളം ഉണർന്നത്. പ്രകൃതി മനോഹരമായ വയനാട്ടിലെ സ്നേഹസമ്പന്നതയാൽ ഐക്യത്തോടെ ജീവിക്കുന്ന ചൂരൽമല എന്ന് പറയുന്ന പ്രകൃതി മനോഹരമായ പ്രദേശം ശക്തമായ ജലപ്രളയത്തിലും ഉരുൾപൊട്ടലിലും ഒലിച്ചുപോയി എന്ന വാർത്ത. 300-ലധികം ജീവൻ പൊലിഞ്ഞുപോയ ആ മഹാദുരന്തത്തിന് ഒരാണ്ട് പിന്നിടുമ്പോൾ ആ സ്ഥലം സന്ദർശിക്കാനും പ്രാർത്ഥന നേരാനുമാണ് ഇന്നലെ ഞങ്ങൾ അവിടെ എത്തിയത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇന്നൊരു വർഷം പൂർത്തിയാവുകയാണ്. ചൂരൽമലയിൽ നിത്യശാന്തി അടഞ്ഞ, അവരെ മറവ് ചെയ്ത പുത്തുമല ഖബർസ്ഥാനിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കിയാക്കി യാത്ര പോയവരെ മേപ്പാടി വലിയ ജുമാഅത്ത് പള്ളിയിലും പുത്തുമലയിലെ ഈ ശ്മശാനത്തിലുമാണ് ധാരാളം ആളുകളെയും അടക്കം ചെയ്തിരിക്കുന്നത്. 2019 ശക്തമായ ജലപ്രളയത്തിൽ ഒലിച്ചുപോയ പുത്തുമല എന്ന് പറയുന്ന ചൂരൽമലയോട് ചേർന്നുള്ള ഒരു പ്രദേശത്തിന്റെ അരികോട് ചേർന്ന് ഈ ശ്മശാനം നിർമ്മിച്ചിരിക്കുന്നത്. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട ധാരാളം ആളുകൾ പ്രാർത്ഥന നേരാൻ വേണ്ടി ഈ ശ്മശാനത്തിലേക്ക് ഒഴുകുകയാണ്. അതിൽ ജാതിമത വ്യത്യാസങ്ങളില്ലാതെ തന്നെ ധാരാളം ആളുകൾ പ്രാർത്ഥന അർപ്പിച്ച് കടന്നു പോകുന്നുണ്ട്. അതിടക്കാണ് കുറെ ദർസ് വിദ്യാർത്ഥികൾ പ്രാർത്ഥനകളുമായി വന്നത്. അവരോടൊപ്പം ചേർന്ന് ഞങ്ങളും പ്രാർത്ഥിച്ചു. അതിനിടയിൽ അവിടുത്തെ അനുഭവം വിവരിക്കുകയാണ്. 2019 എത്ര വീട് പോയതല്ലേ? എത്ര ആൾക്കാരാ മരിച്ചേ? 17 അല്ലേ? 17 പേര്. അതിൽ 5 പേരെ മിസ്സിംഗ് ആയിട്ട്. ഒരേ ആൾക്ക് തന്നെ 2 ഖബറുകൾ. ആദ്യം ചിലപ്പോൾ കയ്യായിരിക്കും കിട്ടിയത്, അത് ഈ ഖബർസ്ഥാനിൽ ഇങ്ങനെ വെച്ചു. പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം കണ്ടെടുത്തു. അവരുടെ DNA പരിശോധനയിൽ അദ്ദേഹമാണെന്ന് തെളിഞ്ഞപ്പോൾ വീണ്ടും മറ്റൊരു ഖബർ കുഴിക്കേണ്ടി വന്നു. അങ്ങനെ ഒരാൾ കേരളത്തിൽ ഇതുപോലൊരു ശ്മശാനം വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരേ ദിവസം ഒരേ സമയം സ്മൃതിയടഞ്ഞു പോയ ഒരുപാട് ആളുകളുടെ ശവശരീരങ്ങൾ, അതിൽ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരേപോലെ തൊട്ടടുത്ത് കിടക്കുന്നു. ചില ആളുകളുടെ കൈയായിരിക്കും ഒരു ഖബറിൽ, മറ്റൊരാളുടെ കാലായിരിക്കും മറ്റൊരു ഖബറിൽ. അങ്ങനെ വ്യത്യസ്ത ശവശരീരങ്ങളായി, വ്യത്യസ്ത കഷ്ണങ്ങളായി ചിതറിത്തെറിച്ചു പോയ സ്വപ്നങ്ങൾ ബാക്കിയാക്കി അവർ യാത്ര പോയി. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൻ്റെ 1-ാം ആണ്ടിൽ